എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അരിത്തമാറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന ചാപ്റ്ററിലെ 7ാമത്തെ വീഡിയോ. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ പ്രോബ്ലം, ഫൈൻഡ് ദി സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. മൂന്നക്ക സംഖ്യകൾ എന്ന് പറയുന്നത് 100 മുതൽ 999 വരെയുള്ള നമ്പേഴ്സ്. അതിൽ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എന്ന് പറഞ്ഞാൽ 9 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? 100 ആണ് ഏറ്റവും ചെറിയ 3 ഡിജിറ്റ് നമ്പർ. പക്ഷെ നമുക്ക് വേണ്ട 9ന്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ 100 കഴിഞ്ഞ് വരുന്ന 9ന്റെ മൾട്ടിപ്പിൾ ആണ് ആദ്യം എഴുതേണ്ടത്. ഏതായിരിക്കും? ഒന്നുകിൽ 100നെ ഡിവൈഡ് ചെയ്ത് നോക്കുക, അപ്പോൾ നമുക്ക് ഏകദേശം കിട്ടും. 101നെ ഡിവൈഡ് ചെയ്ത് നോക്കുക, 102നെ ഡിവൈഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ പൂർണ്ണമായിട്ട് റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സ് ഏതാണെന്ന് നോക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വെറുതെ ജസ്റ്റ് ടേബിൾ തുല്യമാക്കിയാൽ മതി. 11 9s are 99, പിന്നെ 12 9s are 108. അപ്പോൾ 100ന് ശേഷം വരുന്ന 9ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 108 ആണ്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പേഴ്സ് 100 to 99 ആണ്. അപ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആദ്യത്തെ നമ്പർ 108 ആണ്. വീണ്ടും അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ വീണ്ടും 9 ആഡ് ചെയ്താൽ മതിയാണ്. 108 12 ടൈംസ് വരുമ്പോൾ 108 വരും. 13 ടൈംസ് വരുമ്പോൾ 117 വരും. ഒരു 9 വരും. 108 117 9 വീതം ആഡ് ചെയ്ത് പോയാൽ മതി. ഇത് ഓൾറെഡി മൾട്ടിപ്പിൾ ഓഫ് 9 ആണ്. അപ്പോൾ പിന്നെ അത് തന്നെയാണ് ലാസ്റ്റ് നമ്പർ. ലാസ്റ്റ് നമ്പർ 999 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ സീക്വൻസ് ഓഫ് മൾട്ടിപ്പിൾസ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 108 117 999 117 എക്സെട്ര 999. അപ്പോൾ ഈ സീക്വൻസിന്റെ സം കാണണമെങ്കിൽ എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണ്ടേ? ഇതിൽ എത്ര ടേംസ് ഉണ്ട്? ഇപ്പൊ നമ്പർ ഓഫ് ടേംസ് കാണും. ഇതിൽ ഫസ്റ്റ് ടേം അറിയാം, x1 എന്ന് പറഞ്ഞാൽ 108 ആണ്. ലാസ്റ്റ് ടേം xn എന്ന് പറഞ്ഞാൽ 999 ആണ്. ഇതിൽ കോമൺ ഡിഫറൻസ് d എന്ന് പറഞ്ഞാൽ 9 വീതം ആഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ 9 ആണ് കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 999 മൈനസ് 108, അത് ബൈ കോമൺ ഡിഫറൻസ്, നമ്പർ ഓഫ് കോമൺ ഡിഫറൻസ്. അപ്പോൾ 999 മൈനസ് 108 ബൈ 9 നമ്പർ ഓഫ് കോമൺ ഡിഫറൻസ്. അതിനേക്കാൾ ഒന്ന് കൂടുതലായിരിക്കും നമ്പർ ഓഫ് ടേംസ്. നമ്മൾ നേരത്തെ പൊസിഷൻ ഓഫ് ടേംസ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ. അപ്പോൾ ലാസ്റ്റ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചിട്ട് കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യുക, +1 ആയിരിക്കും ആൻസർ. അതായത് 891 ബൈ 9 +1. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ അത്ര കിട്ടും? 899 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 99 കിട്ടും. 99 + 1 എന്ന് പറയുന്നത് 100. സോ 100 മൾട്ടിപ്പിൾസ് ഓഫ് 9 ഉണ്ടാവും ഇവിടെ. ഇതിൽ ഈ സീക്വൻസിൽ 100 ടേംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള മൾട്ടിപ്പിൾസ് ഓഫ് 9 100 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 100 നമ്പേഴ്സിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടൈം അറിയാം, ലാസ്റ്റ് ടൈം അറിയാം. അപ്പോൾ സം കാണാനുള്ള ഫോർമുല n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പോൾ n എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ 100/2 ഇൻറ്റു ഫസ്റ്റ് ടൈം 108 പ്ലസ് ലാസ്റ്റ് ടൈം 999. സോ ദി ആൻസർ ഈസ് 100/2 ഇൻറ്റു 108 പ്ലസ് 999. ഇത് ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1107 1107. 100/2 50. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 55,350. അപ്പോൾ സം ഓഫ് ഓൾ ദി മൾട്ടിപ്പിൾസ് ഓഫ് 9 ബിറ്റ്വീൻ 100 and 999 ഈസ് 55,350. ക്ലിയർ ആയോ പറഞ്ഞത്? നമുക്ക് ഇതുപോലെ ഒരു എക്സാമ്പിളോട് ചെയ്ത് നോക്കാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല, എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി സം ഓഫ് ഓൾ ദി 2 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ലീവ്സ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന എല്ലാ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെയും സം കാണാനാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ 2 ഡിജിറ്റ് നമ്പേഴ്സ്? 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 10 മുതൽ 99 വരെയുള്ളതാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പോൾ 10നും 99നും 10 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് എടുക്കുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണ്ടേ. അപ്പോൾ 10ന് ശേഷം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ കിട്ടുന്ന നമ്പർ ഏതായിരിക്കും? ഏതായിരിക്കണം? 11 ആണ്. 11 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 3s are 9, ബാക്കി 2 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 11 ആണ്.
ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ 10 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരും. ഇപ്പോൾ 11 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരും. അല്ലെങ്കിൽ പറഞ്ഞാൽ ടേബിൾ ചൊല്ലി വയ്ക്കാനും മതി. 1 3s are 3, 2 3s are 6, 4 3 3s are 9. റിമൈൻഡർ 2 വരണമെങ്കിൽ 9 + 2 11 വന്നാൽ മതി. അപ്പോൾ 11 ഈസി ഫസ്റ്റ് ടൈം. ലാസ്റ്റ് ടൈമോ 99 ആണ് ലാസ്റ്റ് ടൈം വരുന്നത്. പക്ഷെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടേണ്ട നമ്പറാണ്. അപ്പോൾ 99 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരിക. അപ്പോൾ 98 ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരും. 98 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരും. അപ്പോൾ ഫസ്റ്റ് ടൈം 11, ലാസ്റ്റ് ടൈം 98. അപ്പോൾ സീക്വൻസ് ചെയ്ത് വരാം. 11 പിന്നെ 3 വീതം ആഡ് ചെയ്ത് പോയാൽ മതി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 വരാമെന്ന് പറഞ്ഞാൽ ഓരോ 3 ഇങ്ങനെ ആഡ് ചെയ്ത്. ഇനി 11 കഴിഞ്ഞാൽ പിന്നെ 14 ആണ്. 11 + 3 14. 14 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ്. 14 + 3 17. 17 + 3 എക്സെട്രാ അങ്ങനെ പോയി 98. So how many terms in this sequence? ഇവിടെ ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. കോമൺ ഡിഫറൻസ് ഇവിടെ 3 തന്നെയാണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഒന്നുകൂടെ കൂട്ടുക. അപ്പോൾ 87/3 + 1 കിട്ടും. ദാറ്റ് ഈസ് we get 29 + 1, that is 30 numbers. There are 30 numbers, 2-digit numbers, which leaves remainder 2 1 division by 3. ഇനി ഇതിന്റെ സം കാണാൻ എന്ത് ചെയ്യണം? n/2 into x1 plus xn. Number of terms by 2 30/2 into first term plus last term. ആഡ് ചെയ്യുക. എന്ത് കിട്ടും? 15. 13/2 30/2 എന്ന് പറഞ്ഞാൽ 15 ആണ്. 15 into 109 we get 1635. So that is the answer. Clear ആയ പറഞ്ഞത്? ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഇട്ട് പോകാം. The nth term of an arithmetic sequence is of the form an plus b and a equal to common difference d എന്നും x1 എന്ന് പറഞ്ഞാൽ a plus b എന്നും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുള്ള പ്രോബ്ലം ആണ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം. അതായത് nth term of an arithmetic sequence is of the form an plus b where a is equal to common difference and a plus b is the first term. അങ്ങനെയാണ് നമ്മൾ റിസൾട്ട് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചുള്ള പ്രോബ്ലം നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. The nth term of arithmetic sequence are given. Find the sum of n terms. അപ്പോൾ nth term തന്നിട്ടുണ്ട്. We are asked to find out sum of n terms. അപ്പോൾ nth term എന്ന് പറഞ്ഞാൽ 2n + 3 an plus b ഇവിടെ പറഞ്ഞില്ലേ? an plus b. അപ്പോൾ a എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാ? 2. n-ന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന നമ്പർ 2 ആണ് കോമൺ ഡിഫറൻസ്. ഫസ്റ്റ് ടേമോ n-ന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. അപ്പോൾ 2 into 1 + 3 എന്ന് പറഞ്ഞാൽ 2 + 3. അതായത് സം ഓഫ് ദി കോഎഫിഷ്യൻസ് a plus b. കണ്ടോ? x1 എന്ന് പറഞ്ഞാൽ a plus b ആണ്. അപ്പോൾ 2 + 3 that is 5. x n കാണുന്നിടത്ത് 1 കൊടുത്താൽ മതി. 2 into 1 + 3 ഫസ്റ്റ് ടേം. അപ്പോൾ കോമൺ ഡിഫറൻസ് അറിയാം, ഫസ്റ്റ് ടേം അറിയാം. ഇനി എന്ത് വേണം? സം ഓഫ് n ടേംസ്. സം ഓഫ് n ടേംസ് കണ്ടെങ്കിലാ n/2 into x1 plus xn. ഇതാണ് ഫോർമുല. സം ഓഫ് n ടേംസ് ആയതുകൊണ്ട് n തന്നെ. x1ന്റെ സ്ഥാനത്ത് ഫസ്റ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ, 5 പ്ലസ് xnന്റെ സ്ഥാനത്ത് ഗിവൺ 2n + 3. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ n/2 into 5 plus 2n + 3. അതായത് x1 5 ആണ്, d എന്ന് പറയുന്നത് 2n + 3 ആണ്. ഇതിൽ 2n നമുക്ക് ആദ്യം എഴുതാം, ബാക്കി രണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 5 + 3 8 എന്ന് എഴുതാം. അപ്പൊ n/2 into 2n ഉള്ള ടൈം ആദ്യം എഴുതി, പ്ലസ് 5 + 3 പകരം 8 എന്ന് എഴുതി. ക്ലിയർ ആയി പറഞ്ഞത്? ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. n/2 into 2n. ഈ n/2 കൊണ്ട് രണ്ട് ടേമിന്, ഈ ബ്രാക്കറ്റിനകത്തുള്ള ഓരോ ടേമിനെയും n/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ n/2 into 2n പ്ലസ് n/2 into 8. അപ്പൊ ഇവിടെ 2 2 ക്യാൻസൽ ആവും, n into n² ആവും. ഇവിടെ 8നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 വരെ, 4n. അപ്പൊ n² പ്ലസ് 4n എന്നതാണ് സം ഓഫ് n ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് whose nth term is 2n + 3. അപ്പൊ nth ടേം 2n + 3 ആയിട്ടുള്ള അരിത്മെറ്റിക് സീക്വൻസിന്റെ സം ഓഫ് n ടേംസ് n² + 4n ആണ്. ക്ലിയർ ആയ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് പോകാം. വേറെ ഒരെണ്ണം. xn സം ഓഫ് nth ടേം ഓർ ആൾജിബ്രിക് ഫോം ഓഫ് an arithmetic sequence is 3n + 2. അപ്പോൾ ഇവിടെ ചെയ്ത പോലെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ഥാനത്ത് 1 കൊടുക്കണം. അപ്പോൾ 3 into 1 + 2 that is 5. ഫസ്റ്റ് ടേം 5 കിട്ടും, കോമൺ ഡിഫറൻസ് ആണ് 3 എന്നിന്റെ കോഎഫിഷ്യന്റ്. ഓക്കെ, ഇനി സം ഓഫ് n ടേംസ് കാണാനുള്ള ഫോർമുല n/2 into x1 plus xn. x1 എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച 5. xn ആണ് തന്നിരിക്കുന്നത് ആൾജിബ്രിക് ഫോം 3n + 2. അപ്പോൾ 5 plus 3n + 2. അപ്പോൾ n/2 into 5 plus ഫസ്റ്റ് ടേം 5 3n + 2 xn.
ഇവിടെ നമുക്ക് 3n ആദ്യം എഴുതി, ബാക്കി 5 + 2 ആഡ് ചെയ്ത് 7 എഴുതി. കാരണം n ഇല്ലാത്ത ടേംസ് രണ്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. n ഉള്ള ടേമിന്റെ കൂടെ n ഇല്ലാത്ത ടേംസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ n/2 × 3n + 7. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. n/2 × 3n + n/2 × 7. അപ്പോൾ ഇത് 3/2n² എന്ന് എഴുതാം. 3/2 n × n² പ്ലസ് ഇവിടെ 7/2. എപ്പോഴും കോഎഫിഷ്യന്റ് ആദ്യം എഴുതും, അങ്ങനെയാണ് സാധാരണ എഴുതാറ്. അപ്പൊ 7/2 × n. സോ സം ഓഫ് n ടേംസ് 3/2n² പ്ലസ് 7/2n. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സം ഓൾജിബ്രിക് ഫോം ഓഫ് an arithmetic sequence is 2n - 3. ഫസ്റ്റ് ടേം കാണുക. ഫസ്റ്റ് ടേം n സ്ഥാനത്ത് 1 കൊടുത്താൽ മതി. അപ്പൊ എത്ര കിട്ടി? 2 × 1 - 3. 2 × 1 എന്ന് പറഞ്ഞാൽ 2, 2 - 3. അതായത് ഈ എണ്ണങ്ങൾ മാറ്റി കളഞ്ഞാൽ കിട്ടുന്നതാണ്. എണ്ണങ്ങൾ മാറ്റി കളഞ്ഞാൽ 2 - 3 എന്നല്ല വായിക്കുക. 2 - 3 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്. അതാണ് ഫസ്റ്റ് ടേം. കോമൺ ഡിഫറൻസ് n കോഎഫിഷ്യന്റ് 2 d. ഇനി സം ഓഫ് n ടേംസ് ഫോമിൽ എഴുതുക. സം ഓഫ് n ടേംസ് കാണാനുള്ള ഫോമില n/2 × x1 + xn. x1ന്റെ സ്ഥാനത്ത് ഇവിടെ -1 ആണ്. അപ്പൊ -1 പ്ലസ് 2n - 3. അപ്പൊ 2n ആദ്യം എഴുതാം. -1 ഉം -3 ഒരേ സൈൻ ആണെങ്കിൽ ആഡ് ചെയ്തിട്ട് അതേ സൈൻ, ദാറ്റ് ഈസ് n/2 × 2n - 4. അപ്പൊ അവിടെ n/2 × 2n - n/2 × 4 എന്ന് എഴുതാം. അപ്പൊ n/2 × 2n എന്ന് പറയുമ്പോൾ 2 × 2 ക്യാൻസൽ ആവും. ബാക്കി n × n n² ആവും. n/2 × 4 എന്ന് പറയുമ്പോൾ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 ആണ്. അപ്പൊ 2n. അപ്പോൾ n² - 2n ആണ് സം ഓഫ് n ടേംസ് ഓഫ് ദി arithmetic sequence with whose algebraic form is 2n - 3. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. xn = 3n - 2. ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ്. 3n - 2. അപ്പോൾ ഇവിടെ nth ടേം algebraic form അറിയാം. ഫസ്റ്റ് ടേം കാണാൻ x1 എന്ന് പറയുന്നത് 3 × 1 - 2. അതായത് n അങ്ങോട്ട് മാച്ച് കളഞ്ഞാൽ കിട്ടുന്നത് 3 - 2, ദാറ്റ് ഈസ് 1. അതുകൊണ്ട് ഈ n അങ്ങോട്ട് മാച്ച് കളഞ്ഞാൽ മതി. ബാക്കി 3 - 2 = 1. ഫസ്റ്റ് കോമൺ ഡിഫറൻസ് n കോഎഫിഷ്യന്റ് 3. നീ സം ഓഫ് n ടേംസ് കാണാനുള്ള ഫോർമുല n/2 × x1 + xn. അപ്പൊ x1 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 1 ആണ്. അപ്പോൾ 1 പ്ലസ് xn എന്ന് പറഞ്ഞാൽ ഗിവൺ ആണ് 3n - 2. അപ്പൊ n/2 × 3n ആദ്യം എഴുതി. 1 - 2 n ഇല്ലാത്ത ടേംസ് രണ്ടും കൂടി സിംപ്ലിഫൈ ചെയ്യാം. 1 - 2 -1. അപ്പോൾ എന്ത് കിട്ടി? n/2 × 3n - 1. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴോ n/2 × 3n - n/2 × 1. സോ n/2 × 3n എന്ന് പറയുമ്പോൾ 3/2 × n². അപ്പൊ 3/2n² മൈനസ് n/2 × 1 എന്ന് പറഞ്ഞാൽ 1/2n. അപ്പൊ ഇതാണ് എന്റെ സം ഓഫ് n ടേംസ്. ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ എന്ത് ടേം തന്നാൽ സം ഓഫ് n ടേംസ് നമ്മൾ കണ്ടെത്തി. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ 3ഉം 4ഉം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.